അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമാണ്. അതിൻ്റെ 72ാം സ്ഥാപക ദിനം ഈ ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. സ്ഥാപക ദിനത്തെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിജ്ഞാ ദിനമായാണ് ഈ വർഷം നമ്മുടെ സംഘടന ആചരിക്കുന്നത്. സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം, അറിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വാധീനം, ഇതെല്ലാം നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതല്ല. വഅൻഫിഖു മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകുക എന്നാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമ്മുടെ പ്രതിജ്ഞ, അല്ലാഹു തആല നമുക്ക് നൽകിയ എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ അവൻ്റെ സൃഷ്ടികൾക്ക് കൂടി സേവനത്തിനായി മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ സ്ഥാപക ദിനത്തിൽ നാം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തങ്ങളായ അഭിരുചികൾ ഉള്ളവർ, കഴിവുള്ളവർ, അറിവുള്ളവർ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഈ വർഷം നമുക്ക് സാധ്യമാകുന്ന സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി നാം ഓരോരുത്തരും സന്നദ്ധരാവുകയാണ്. നമുക്കെന്തും തിരഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ വേനൽക്കാലത്തിൻ്റെ ചൂടറിയുന്ന ഒരു ഘട്ടമാണ്. ജലക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുന്ന അനേകായിരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ, അത് വിതരണം ചെയ്യാൻ പറ്റിയ വാഹനം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, സൗജന്യമായി ഒരു 100 പേർക്ക് വെള്ളം കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ സേവനമായിരിക്കും. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജലം ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലൈസ സ്വദഖത്തുൻ അഅ്ളമ മിമ്മാ, വെള്ളത്തേക്കാൾ മുന്തിയ ഒരു സ്വതക്ക വേറെയില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. അവിടുന്ന് വന്നു പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യാൻ ഉമ്മക്ക് അവസരം കിട്ടിയിട്ടില്ല, പൊടുന്നനെയായിരുന്നു അവിടുത്തെ വഫാത്ത്. ഞാൻ അവരെ പേരിൽ എന്തെങ്കിലും ദാനം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ലഭിക്കും. നീ ജനങ്ങൾക്ക് വെള്ളം കൊടുത്തോ. മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ കുഴിച്ചിട്ട് ഹാദിഹിലി ഉമ്മി സഅദ് എന്ന് പറഞ്ഞ് അത് സഅദിൻ്റെ ഉമ്മയുടെ പേരിൽ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം. വാഹനമുള്ള ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതിയാവാം, പണമുള്ളവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുന്ന രീതിയാവാം, ഇനി കിണർ കുഴിക്കുന്ന ജോലി അറിയുന്ന ചെറുപ്പക്കാർക്ക് അങ്ങനെ തൻ്റെ കൂട്ടുകാരെ കൂട്ടി ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു 10 കിണർ പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു സേവനമാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആവശ്യമായ പരിചരണങ്ങൾ ചെയ്യുക. രോഗികളായ എമ്പാടും ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ മരുന്ന് വേണ്ടവരുണ്ട്. ശാരീരികമായ പരിചരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുകളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇത്ര രോഗിക്ക് ഈ വർഷം എനിക്ക് സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, പാവപ്പെട്ട ഒരു ഉമ്മ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് അവർ ഒറ്റക്കൊരു കുടിലിൽ കഴിയുകയാണ്. ശരീരം തളർന്ന് ആ പാവപ്പെട്ട പ്രായമേറിയ ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പരിചരിക്കും. എന്നാൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ചില ദിവസങ്ങളിൽ വേറെ ആരോ വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകും. ഞാൻ കരുതി അയാളെ ഒന്ന് കണ്ടുപിടിക്കണം. നേരത്തെ ചെന്ന് ഞാൻ അവിടെ ഒളിച്ചിരുന്നപ്പോൾ അതാ വരുന്നു, അത് മറ്റാരുമല്ല ഫഇദാ ഹുവ അബൂബക്കറിന് സിദ്ദീഖ്
ഫഹുവ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഇദ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് മുത്തുനബിയുടെ ഖലീഫയായി നാട് ഭരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രജകളിൽപ്പെട്ട ഒരു ഉമ്മാമയെ വീട്ടിൽ ചെന്ന് വൃത്തിയാക്കി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വസ്ത്രം ധരിപ്പിക്കാനും സന്നദ്ധനായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ അത്തരക്കാരായ പലരും കിടപ്പിലായ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രീതി അറിയാത്തവർ, ഡോക്ടർമാരെക്കുറിച്ചുള്ള വിവരമില്ലാത്തവർ, മെഡിക്കൽ കോളേജിൻ്റെ സിസ്റ്റം അറിയാത്തവർ, നമുക്ക് ചെയ്യാവുന്ന വലിയൊരു സേവനമാണ് ഈ ഒരു വർഷം ഇൻഷാ അല്ലാഹ് ഒരു 100 രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്കാവശ്യമായ ചികിത്സക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സേവനങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. ഇതുപോലെ തന്നെ പ്രകൃതിയോടും നമ്മുടെ നാടിനോടുമൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അത് വലിയൊരു സൽക്കർമ്മമാണ്. പ്രവാചകർ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഅരിസു ഖർസൻ ഔ യസ്റഉ സറഅ. ഒരു വിശ്വാസി എന്തെങ്കിലും ഒരു നടീൽ വസ്തു നട്ടുപിടിപ്പിക്കുകയോ ഒരു കാർഷിക വസ്തു കൃഷി ചെയ്യുകയോ ചെയ്താൽ ഫയഅ്കുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, ഒരു പക്ഷിയോ ഒരു മൃഗമോ ഇനി ഒരു മനുഷ്യനോ അതിൽ നിന്ന് വല്ലതും ഭക്ഷിച്ചാൽ ഇല്ലാ കാനലഹു ബിഹി സ്വദഖ, അത് അവന് വലിയൊരു ധർമ്മമാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യർക്ക് മാത്രമല്ല, ഇഴജന്തുക്കളും ഹിംസ്രജീവികളും പക്ഷി പറവുകളുമെല്ലാം നാം കുഴിച്ചിട്ട ഒരു മരത്തിൽ നിന്നൊരു മാങ്ങ വന്ന് തിന്നാൽ അത് നമുക്ക് പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യമാണ്. നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയും, ഈ ഒരു വർഷം ഇൻഷാ അല്ലാഹ് ഒരു 100 തെങ്ങും തൈകൾ ഞാൻ നട്ടുപിടിപ്പിക്കും. അത് നിങ്ങളുടെ പറമ്പിൽ തന്നെയാണെങ്കിലും അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു 100 മാവിൻ തൈ ഞാൻ നട്ടുപിടിപ്പിക്കും. നിങ്ങൾക്ക് പറമ്പുണ്ടെങ്കിൽ അവിടെ ആവാം, ഇല്ലെങ്കിൽ അയൽവാസികളുടേതാവാം, നാട്ടുകാരുടേതാവാം, അല്ലെങ്കിൽ റോഡ് സൈഡിൽ സൗകര്യമുണ്ടെങ്കിൽ അവിടെയാവാം. നമുക്ക് ചെയ്യാവുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. വിദ്യാഭ്യാസം അതൊരു വലിയ സേവനമാണ്. ഒരു 10 മുത്തഅല്ലിമീങ്ങളെ ഈ വർഷം ഞാൻ പള്ളി ദർസുകളിൽ എത്തിക്കും, അല്ലെങ്കിൽ ദഅവാ കോളേജുകളിൽ എത്തിക്കും. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നവന് ഭാവിയിലേക്ക് അതൊരു വലിയ സമ്പാദ്യമായിരിക്കും. അതേപോലെ തന്നെ ഭൗതിക വിജ്ഞാന രംഗത്ത് ഒരു 10 പേരെ ഞാൻ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിന് യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ അവൻ എത്തിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് നടത്തി കൊടുക്കാൻ സാധിക്കും. ഇതേപോലെ പല കഴിവുകളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിഷയങ്ങളെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ ആളുകളുണ്ട്. ആളുകൾക്കിടയിലുള്ള ഭിന്നതകളും കുടുംബ കലഹങ്ങളുമൊക്കെ തീർക്കാൻ നല്ല കെൽപ്പുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അത്തരക്കാർ പ്രതിജ്ഞ എടുക്കേണ്ടത് ആ രീതിയിൽ ഒരു 10 കുടുംബങ്ങളെ, തെറ്റി നിൽക്കുന്നവരെ യോജിപ്പിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന തീരുമാനമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിജ്ഞയും ഒരു വലിയ വിപ്ലവവുമായിട്ട് മാറുമെന്ന കാര്യം തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ലാ തസൂല ഖദമ ബിനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ച കാല് മറ്റൊരിടത്തേക്ക് മാറ്റിച്ചവിട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ചോദ്യങ്ങളിൽ ഒന്ന് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, തൻ്റെ യൗവനം എന്തിനു വേണ്ടി നീ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റിയ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ സർക്കുലറിലൂടെ വരുന്നതാകണമെന്നില്ല. അത് നമ്മൾ സാധാരണ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംഘടനാ സംവിധാനത്തിലൂടെ നടത്തിപ്പോരുന്നതാണ്. അതിനു പുറമെ അള്ളാഹു എനിക്ക് തന്ന അറിവും കഴിവും ഒഴിവും സ്വാധീനവുമൊക്കെ പരിഗണിച്ച് സാധ്യമാകുന്നത് എന്താണോ എന്ന് നമ്മൾ ആലോചിച്ച് വേണം നമ്മുടെ ഈ ദിവസത്തിൽ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിൽ കരുതാൻ. ആ കരുതിയ കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ വേണ്ടി അവസരങ്ങളെ നമ്മളെപ്പോഴും കാത്തു നിൽക്കണം. അവസരങ്ങളാണ് നമ്മളെ ഉപയോഗപ്പെടുത്തേണ്ടത്. മഹാനായ സയ്യിദുന നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാലോ, ഫറോവയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയമാകുമെന്ന് കരുതി നാട് വിട്ടു പോകുകയാണ്. മദിയനിൽ എത്തിച്ചേർന്നപ്പോൾ മഹാനവറുകൾ കാണുന്ന ഒരു കാഴ്ച, കുറേ ഇടയന്മാർ ഒരു കുളത്തിൽ നിന്ന് അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയാണ്. എന്നാൽ 2 സ്ത്രീകൾ
അവിടെ വെള്ളം കുടിപ്പിക്കാതെ അവരുടെ ആടുകളെയുമായി മാറി നിൽക്കുകയാണ്. മഹാനവറുകൾ മനസ്സിലാകുന്നു ആ സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരോടൊപ്പം ചെന്ന് ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരടുത്തേക്ക് എന്ന് മഹാൻ ചോദിക്കുന്നു, കാലമാ ഹത്തുബുക്കുമ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അവർ പറയുന്നു, കാലത്ത ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഉ വ അബൂനാ ശൈഖുൻ കബീർ. ആ ഇടയന്മാരൊക്കെ വെള്ളം കുടിപ്പിച്ച് പോയിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കൂല. ഞങ്ങളെ കുടുംബത്തിൽ ആണുങ്ങളായിട്ടാരും ഇവരോടൊപ്പം വന്ന് വെള്ളം കുടിപ്പിക്കാൻ ശേഷിയുള്ളവരില്ല. ഞങ്ങളെ പിതാവിന് ഏറെ പ്രായമുണ്ട്. ഉടനെ തന്നെ ഫസഖാലഹുമാ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി അവരെ ആടുകളുടെ ഒക്കെ വെള്ളം കുടിപ്പിച്ച് അവിടെ അവരെ സഹായിക്കുകയാണ്. ആ ഒരു സേവനം ചെയ്ത് സുമ്മ തവല്ല ഇലല്ലില്ലി ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, എന്തെങ്കിലും ഒരു നന്മ നീ എനിക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ അതിലേക്ക് ഏറെ ആവശ്യമുള്ള സന്ദർഭമാണ്. ഒരു സേവനത്തെ മുൻനിർത്തി അള്ളാഹുവോട് ഈ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുകയാണ്. ആ കുട്ടികൾ തന്നെ നബിയുല്ലാഹി മൂസാ അലൈഹി സ്വലാമിനെ വിളിച്ചു കൊണ്ടുപോകുന്നു, പിതാവിൻ്റെ അടുത്തെത്തുന്നു. അങ്ങനെ നാട് വിട്ട് അഭയാർത്ഥിയായി വന്ന മൂസാ നബി അലൈഹി സ്വലാമിന് 10 വർഷത്തോളം അവിടെ താമസിക്കാനും കുടുംബജീവിതം നയിക്കാനുമെല്ലാമുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സേവനങ്ങൾ ചെയ്ത് ആ സേവനങ്ങളെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ സംതൃപ്തമാവുകയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള വഴി അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട SYSൻ്റെ പ്രവർത്തകരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെല്ലാം നമുക്ക് സാധ്യമാകുന്ന ആക്ടിവിസ്റ്റുകളായി നമ്മൾ മാറണം. നമുക്ക് അള്ളാഹു തന്ന അറിവും കഴിവും ശേഷിയും എല്ലാം നമ്മൾ ജനസേവനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ പ്രതിജ്ഞ എടുക്കണം. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ സ്ഥാപക ദിന ആചരണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.